ഇറാന്റെ ആണവ കേന്ദ്രത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ സകല GCC രാജ്യങ്ങളും പിന്തുണയ്ക്കുമ്പോൾ, ഇറാനെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ അനുകൂലിക്കുന്ന ഒരേ ഒരു GCC രാജ്യമുണ്ട്. ആ രാജ്യം വലിയ പണി വാങ്ങിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. മറ്റൊരു രാജ്യവുമല്ല, ഭീകരവാദത്തിന് പാകിസ്ഥാനെയും ഇറാനെയും പോലെ തന്നെ ഫണ്ട് ചെയ്യുന്ന, ഭീകരവാദം വളർത്തുന്നു എന്ന് ആരോപണം നേരിടുന്ന, വളരെയധികം ഉപരോധങ്ങളും പ്രതിസന്ധികളും GCC രാജ്യങ്ങൾക്കിടയിൽ തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള ഖത്തറാണ് ആ രാജ്യം. ഖത്തറാണ് ഇപ്പോൾ ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ സ്വപ്നം വർഷങ്ങളോളം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ഇസ്രായേലും ഇറാനും തമ്മിൽ കടുത്ത യുദ്ധത്തിലാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ അറബ് രാജ്യമായിട്ടുള്ള ഖത്തർ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വീണ്ടും വിചാരമില്ലാത്ത നടപടിയെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിൽ അൽ അൻസാരി തന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ ദുരന്തം അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളുമായും സംസാരിക്കുക മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പടരാൻ സാധ്യതയുള്ള വികിരണങ്ങളും ഖത്തർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന് നേരെ ഇറാൻ ഇതുവരെ 400ഓളം മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ 100 കണക്കിന് ഡ്രോണുകളും അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ ഇറാനിയൻ ആക്രമണങ്ങളുടെ വേഗത കുറഞ്ഞിട്ടുണ്ട് എന്നും ഖത്തർ നിരീക്ഷിച്ചു. പ്രധാനമായും ഖത്തറിനെ ഭയപ്പെടുത്തുന്നത് എന്ന് ഖത്തർ പറയുന്നത്, അവിടെയുള്ള അണുവികിരണം അത് GCC രാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഞങ്ങൾ വിമർശിക്കുന്നതെന്നാണ് ഖത്തർ പറയുന്നത്. എന്തായാലും ഇറാനിലെ നറ്റാൻസ് നഗരത്തിലെ ആണവ പദ്ധതിയുടെ ഭൂഗർഭ യൂണിറ്റുകളെയും ഇസ്രായേൽ മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് UN ആണവ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നല്ല നിലവാരമുള്ള ചിത്രങ്ങളുടെ തുടർച്ചയായ വിശകലനത്തിന് ശേഷം ആണവ സമ്പുഷ്ടീകരണം നടത്തിയ നറ്റാൻസിലെ ഹാളിനെ നേരിട്ട് ബാധിച്ചതായി ചില കണക്കുകൾ പറയുന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA X അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഖത്തർ ഇപ്പോൾ ഭയപ്പാടിലാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ബാക്കി GCC രാജ്യങ്ങൾ വിചാരിക്കുന്നത്. ഈ അണുവികിരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തടയാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇപ്പോൾ ഖത്തറിനെ പോലെ തന്നെ വേറെ പല GCC രാജ്യങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.